തുടരട്ടെ. നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനവും വളരെ വലുതാണ്. അത് ഗുണത്തോടൊപ്പം തന്നെ ദോഷവും ഉണ്ടാക്കുന്നുണ്ട്. അനുദിനം പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വാർത്തകളും തെളിയിക്കുന്നത് സോഷ്യൽ മീഡിയ ദുരുപയോഗം വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം. ലൈംഗിക അതിക്രമമെന്ന് കാട്ടി വീഡിയോ ചിത്രീകരിച്ച ഒരു യുവതി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. അത് നിരവധി പേർ ഷെയർ ചെയ്യുന്നു. ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ആ യുവാവ് സ്വയം ജീവനൊടുക്കിയത്. സമൂഹത്തിലെ ഒരു നല്ല ചെറുപ്പക്കാരനെയാണ് നഷ്ടമായത് എന്ന് ദീപകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളെയും ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇനിയും ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന് കടിഞ്ഞാണിടണ്ടേ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അങ്ങനെ ഒരു കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് സമീപഭാവിയിൽ തന്നെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ഫോറം ഇന്ന് ഈ വിഷയം തന്നെ ചർച്ചയ്ക്ക് എടുക്കുന്നതും. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ബിനിത ബാബു, വീട്ടമ്മയായ ഷിജിന സുരേഷ്, ഒപ്പം മാധ്യമപ്രവർത്തകനായ MK മനോഹരൻ എന്നിവരാണ്. മൂന്നുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് ബിനിത ബാബുവിലേക്ക് തന്നെ പോവുകയാണ്. അഡ്വക്കേറ്റ് ബിനിത ബാബു, നമുക്ക് സോഷ്യൽ മീഡിയ അത് ഗുണവും ഒപ്പം തന്നെ ദോഷവും ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം. നമ്മുടെ അഭിപ്രായമാവാം, നമ്മുടെ ചിത്രങ്ങളാവാം, വീഡിയോ ആവാം, എന്തും പ്രചരിപ്പിക്കാം. പക്ഷേ അത് പലപ്പോഴും ചിലരെങ്കിലും ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞാലും എന്ത് പോസ്റ്റ് ചെയ്താലും അതിനെതിരെ വലിയ നടപടിയൊന്നും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ റീച്ച് കിട്ടുകയാണെങ്കിൽ, വലിയ റീച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായി നേട്ടവും ഉണ്ടാക്കുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യാനും ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷയൊന്നും ലഭിക്കില്ല എന്ന ഒരു പൊതുധാരണ പൊതുവെ സമൂഹത്തിനുണ്ട്. അത് ശരിയാണോ? നമസ്കാരം. ഈ ഒരു വിഷയത്തില് അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം നമ്മളൊരു പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഹൈജീൻ നോക്കുന്നത് പോലെ ഒരു ഡിജിറ്റൽ ഹൈജീൻ നോക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല ഇത് ബാധകമാകുക. നേരെ മറിച്ച് അത് ഷെയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചും അയാൾക്കും ഉണ്ടാവുന്ന ഒരു ഡിജിറ്റൽ ഹൈജീൻ, അത് കാണുന്ന ആളെ സംബന്ധിച്ച്, കമന്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച്, എഡിറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചൊക്കെ ഒരു ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിയമങ്ങൾ വളരെയധികം ശക്തമാണ്. നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടില്, അതുപോലെ തന്നെ DPDP റൂൾസ് എന്ന് പറഞ്ഞ് ഇപ്പൊ 2025 ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു നിയമം പ്രാബല്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എൻഫോഴ്സ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരം നിയമങ്ങളൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വളരെ പര്യാപ്തമാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു റിവെഞ്ച് പോർണോഗ്രഫി എന്നുള്ള രീതിയിൽ അതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെയാണ് നേരിടുന്നതെന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം വഴി നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു റിവെഞ്ച് പോർണോഗ്രഫിയില് ആണുങ്ങളും വ്യക്തിയുമാണ്, സ്ത്രീകളും വ്യക്തിയുമാണ്. ഇതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണമാണ് ഇത്തരം വ്യക്തികൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇത് കേവലം ഈ രണ്ട് വ്യക്തികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു സോഷ്യൽ സ്റ്റിഗ്മ കാരണമാണ് ആ വ്യക്തി ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നത് വരേക്കും അയാളെ ഇന്നസെന്റ് ആയി കാണുന്ന അത്രയും വലിയ ബൃഹത്തായ ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ജുഡീഷ്യറിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി കുറ്റാരോപിതനായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാധ്യമ വിചാരണ, ഒരു പൊതുസമൂഹത്തിന്റെ വിചാരണ, സോഷ്യൽ മീഡിയ വിചാരണ എന്നതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാകുന്നില്ല എന്നൊരു കാര്യത്തെ പറ്റിയിട്ട് നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. അപ്പൊ പുതിയ ഈ പറഞ്ഞ DPDP റൂൾസ് ഒക്കെ അനുസരിച്ച് കോടിക്കണക്കിന് രൂപ പിഴ വരുന്ന വലിയ ഒഫൻസുകളായിട്ടാണ് പല ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ സൈബർ ഇടങ്ങളിൽ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അവയർനെസ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നിയമം അതിനൊക്കെ പര്യാപ്തമാണ്. നിയമം അതിന്റെയൊക്കെ ട്രാക്കിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഒരു ക്ഷമ കാണിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം കുറ്റകൃത്യങ്ങളും ധാരാളം കേസുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ
ഒരു കോടതിയിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വരുന്ന ഒരു ടൈം, ഒരു ക്ഷമ എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും അധികം കാണിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ അവയർനെസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണത്തിന്റെ ഒരു കുറവുണ്ടോ? അതുകൊണ്ടാണോ ഇത്തരത്തിൽ സംഭവിക്കുന്നത്? വിനിത തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റക്കാരനാണെന്ന് തെളിയുന്നതിന് മുൻപ് തന്നെ ഈ ജീവൻ കൊടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കൃത്യമായ ഒരു പരാതിയൊന്നും കൊടുക്കാതെ തന്നെ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം, കൃത്യമായ ഒരു ബോധവൽക്കരണത്തിന്റെ കുറവുണ്ടോ സമൂഹത്തിൽ ബോധവൽക്കരണം ഇപ്പൊ DLSA പോലുള്ള ഏജൻസികൾ വഴിയായിട്ട് നിയമ സംവിധാനം തന്നെ അതിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം റിസോഴ്സ് പേഴ്സൺസ് വഴി സ്കൂളുകളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, ക്ലബ്ബുകളിലായിക്കൊള്ളട്ടെ, അത്തരം ക്ലാസ്സുകളൊക്കെ വളരെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകുന്ന വ്യക്തിയാണ്. ഞാൻ ധാരാളമായിട്ട് ഏകദേശം 500-ൽ മേലെ സ്ഥാപനങ്ങളിൽ ഞാൻ സൈബർ നിയമങ്ങളെ പറ്റി അവയർനെസ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ബോധവൽക്കരണത്തിന്റെ കുറവ് മാത്രമല്ല, ഇതൊക്കെ ഒരു സഡൻ പ്രൊവോക്കേഷൻ. നമ്മുടെയൊക്കെ മെന്റൽ ഹെൽത്ത്, മെന്റൽ സ്ട്രെസ് ലെവൽ എന്നൊക്കെ പറയുന്നത് മാറി. അപ്പൊ ആ ഒരു ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഡീൽ ചെയ്യാൻ തന്നെ നമുക്കൊരു ആക്ട് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമ സംവിധാനമുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു മാനസിക നില എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാര്യത്തിനെ അനുസരിച്ച് മാറുന്ന ഒരു തരത്തിലേക്ക് മാനസിക വൈകൃതങ്ങൾ നമുക്ക് വന്നു തുടങ്ങി. അതിപ്പോ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈക്കുകളുടെ എണ്ണം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മളിട്ട ഒരു ഫോട്ടോ ഒരാൾ നല്ലതായിരിക്കുന്നു, നമ്മൾ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ നീ എഡിറ്റ് ചെയ്താൽ നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു മാനസിക വൈകൃതമായി മാറി തുടങ്ങി. ഇപ്പൊ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത് സെൽഫി എടുക്കുന്നത് ഭ്രാന്തിന്റെ ലക്ഷണമാണെന്നാണ്. കാരണം സെൽഫിയിൽ എപ്പോഴും ഞാൻ എന്ന ഭാവം മുൻപിൽ, അതുപോലെ സെൽഫിയിൽ മറ്റാൾക്കാരുടെ പ്രൈവസി വയലേറ്റ് ആവുന്നത് നമ്മൾ തീരെ മൈൻഡാക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഇതിനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ദൈനംദിനമായി ഒരു ക്രൈമിൽ പെടുകയോ ഒരു ക്രൈമിന് ഇരയാവുകയോ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ നിരന്തരം ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഒരു മൊബൈൽ ഫോൺ ശരിയായി ഉപയോഗിക്കാമെന്ന് പോലും അറിയാതെയാണ് നമ്മൾ പലരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോണിന്റെ സെറ്റിംഗ്സിലെ എബൌട്ട് ഫോൺ, അതിന്റെ ഉള്ളിൽ ലീഗൽ ആൻഡ് സേഫ്റ്റി ഇൻഫർമേഷൻ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആരെങ്കിലും ഒരു വ്യക്തി അത് വായിച്ചു നോക്കിയ ശേഷം ഉപയോഗിച്ചതായിട്ട് എനിക്കൊരു അറിവില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ വായിച്ചു നോക്കി ഉപയോഗിക്കാനും എങ്ങനെ ഒരു മൊബൈൽ ശരിയായി ഉപയോഗിക്കണമെന്ന് നമ്മുടെ IT ആക്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് മാന്യമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അൺവാണ്ടഡ് മെസ്സേജുകൾ അയക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് അത് ശ്രദ്ധിക്കുന്നു, ഇപ്പൊ ഞാനും നിങ്ങൾ ഉൾപ്പെടെ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അത് അവയർനെസിന്റെ കുറവ് മാത്രമല്ല. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീമതി ഷിജിന സുരേഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇന്നായാലും ഇന്നലെയായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ആ ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ ആ വിയോഗ വാർത്ത തന്നെയാണ്. ദീപകിൻ്റെ വേർപാടിലൂടെ അനാഥമാക്കപ്പെട്ടത് ഒരു പ്രായമായ അച്ഛനും അമ്മയുമാണ്. ഈ ദീപകിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ പറയുന്നത് അത്ര നല്ലൊരു ചെറുപ്പക്കാരനാണ്, ആ വേദന സഹിക്കാൻ കഴിയാതെയാണ് ദീപക് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നതാണ്. ആ ഒരു വാർത്ത ഷിജിനിയിൽ വേദന ഉണ്ടാക്കിയോ? തീർച്ചയായും ആ ഒരു വാർത്ത എന്നല്ല ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു ആ വാർത്ത. അപ്പം നമ്മളെ ഈ ചോദ്യത്തിൽ സോഷ്യൽ മീഡിയന്റെ ദുരുപയോഗം എന്നാണ് നമ്മളോട് ചോദ്യം വന്നത്. അപ്പൊ അതിനകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നാദ്യം നമ്മൾ പഠിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടോ എന്ന് പഠിക്കണം. അപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നത് ചാറ്റിങ്ങും കുടുംബപരമായുള്ള സംഭാഷണങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ളത് എന്റെ സൗകര്യം, എന്റെ താല്പര്യം, ഞാൻ ആലോചിച്ചു വെച്ച കാര്യങ്ങള്, എനിക്ക് പറയാനുള്ള കാര്യങ്ങള്, ഇതൊക്കെ എല്ലാം എന്റെ മാത്രമായി, ഇന്നത്തെ സമൂഹത്തിൽ എല്ലാം എന്റെ മാത്രമായി ഞാൻ പ്രചരിപ്പിക്കുന്നതാണ് ശരി എന്ന് കണ്ടെത്തി എന്ന് നടിച്ചു വെച്ചിരിക്കുന്ന സമൂഹത്തില് ഇന്നത്തെ തലമുറ അത് ഉൾക്കൊണ്ട് അവരത് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവര് പ്രചരിപ്പിക്കും തന്നെ ഒരു സ്ത്രീയാണത് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ആ സ്ത്രീനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളായാലും ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനും സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനും ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഇന്നുണ്ട്. അതൊക്കെ അവർ കൃത്യമായ രീതിയിൽ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നൊരു പഠനം തന്നെ വളരെ വ്യക്തമായി നടത്തേണ്ടതുണ്ട്. അത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയില് ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളുടെ നിയമമുള്ളത്. സ്ത്രീക്കും പുരുഷനും അവിടെ തുല്യമായ അവകാശങ്ങളാണ്, അല്ലെ? കൃത്യമായ തുല്യമായ അവകാശങ്ങളാണ് സ്ത്രീക്കും പുരുഷനും ഉള്ളത്. പക്ഷെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടാവുന്നില്ല എന്നാണ്.
എന്തോ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടാവുന്നില്ല എന്നാണ്. സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ അത് ഇപ്പൊ സ്ത്രീനെ സംരക്ഷിക്കാൻ കുറെ നിയമങ്ങളുണ്ട്. കുട്ടികളുടെ കാര്യം കുട്ടികളെ സംരക്ഷിക്കാൻ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇപ്പൊ പണ്ടൊക്കെ പുരുഷ മേധാവിത്വമായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഇപ്പൊ നമ്മുടെ ഇടയിലും നമ്മുടെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ വാർത്തകളിലും ചാനലുകളിലും ഒക്കെ കണ്ടുവരുന്നത് സ്ത്രീ മേധാവിത്വത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായ പഠനം നടത്തേണ്ടത്. ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസ രംഗത്ത് IT മേഖല ഒരുപാട് പുരോഗമിച്ചു. പണ്ട് ആ IT മേഖല പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന ഇപ്പൊ മാഡം പറഞ്ഞ വിദ്യാഭ്യാസം അതിന്റെ ഒരു അവയർനെസ് വളരെ കുറവാണ്. അതിനു വേണ്ടി നമ്മൾ പഠനത്തിന് വേണ്ടി മുൻതൂക്കം കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം പഠനം കൊടുക്കുന്നത് IT മേഖലയ്ക്ക് മാത്രമാണ് ഒരു മുൻതൂക്കം കൊടുത്തു പോകുന്നത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കൂളുകളിലെ വേദപാഠം, സന്മാർഗ പാഠം എന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായ പഠനങ്ങളുണ്ടായിരുന്നു. ആ സന്മാർഗ പാഠത്തിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഇന്ന് ചില സ്കൂളുകളൊക്കെ ഉണ്ട്, എന്നാൽ കൃത്യമായ എല്ലാ സ്കൂളുകളും ഇല്ല. അപ്പൊ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബോധവൽക്കരണം അത് വളരെ കൃത്യമായിട്ടുണ്ടാകണം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ രാജ്യത്ത് നമ്മളെ IT മേഖലയൊക്കെ പോകുന്ന രീതിക്കനുസരിച്ച് നമ്മളെ സ്കൂളുകളിലെ കുട്ടികളെ ഇങ്ങനെ ക്ലാസ് റൂമിൽ കൊണ്ട് ഇരുന്ന് അവരെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചു വിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വീട്ടിലായിക്കൊള്ളട്ടെ, ഒരു സ്ഥാപനത്തിലായിക്കോട്ടെ, ഞാൻ ഇറങ്ങി നടക്കുന്ന എന്റെ സമൂഹത്തിലായിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബ് പണ്ടുകാലത്ത് നമുക്കറിയാം മനുഷ്യനിർമ്മിതമായ ഒരു ചാവേറുണ്ടാവും, ഒരു മനുഷ്യ ബോംബാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നുള്ളത് സോഷ്യൽ മീഡിയ ബോംബാണ്. അത് ഏത് നിമിഷം എവിടെ ഒരു ഹൈഡ്രജൻ ബോംബായിട്ട് വീഴുന്നു പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ന് എന്റെ കുടുംബത്തിലാകാം, അല്ലെ എന്റെ വീട്ടിനുള്ളിലാകാം, അല്ലെ ഞാൻ ഇറങ്ങി നടക്കുന്ന എന്റെ സമൂഹത്തിലാകാം. ഇതൊക്കെ ഈ ഒരു ബോംബ് ഏത് നിമിഷം പൊട്ടും. നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് പറയുന്നുണ്ട്. അത് നിരീക്ഷണത്തിൽ പരീക്ഷണങ്ങളിലും കണ്ടെത്തിയതാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നുള്ളത്. അത് എപ്പം പൊട്ടുമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ തലമുറയുടെ ഇടയിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം വന്നിട്ടുള്ളത്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ MK മനോഹരൻ, താങ്കൾ ദീർഘകാലമായി മാധ്യമ പ്രവർത്തന മേഖലയിൽ ഉള്ളയാളാണ്. മുൻപൊക്കെ തന്നെ നമ്മൾ ഈ മാധ്യമ വാർത്തകളൊക്കെ തന്നെ കൊടുക്കുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ശേഷമാവും കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അത് ഭൂരിഭാഗം വാർത്തകളും വ്യാജ വാർത്തകളാണ്. അത് ആരെങ്കിലും ഒരാളങ്ങ് സോഷ്യൽ മീഡിയയിൽ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും. അത് കണ്ട് അതാ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ നിരവധി ആളതങ്ങ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം. അത് പലപ്പോഴും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കടന്നു വരവ് ഈ സമൂഹത്തിൽ കൂടുതൽ ദോഷമാണോ ഉണ്ടാക്കിയത് അതോ ഗുണമാണോ ഉണ്ടാക്കിയത്? ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ് തുടക്കത്തിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിലായിരുന്നു അതിന്റെ കടന്നുവരവ് ഉണ്ടായത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇന്ന് വർത്തമാനകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ നിർവഹിക്കുന്ന പങ്ക് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മിനിഞ്ഞാന്ന് ആത്മഹത്യ ചെയ്ത ദീപക്. ആ ദീപക്കിന് മുമ്പ് എത്രയോ പേർ ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ ഫലമായിട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയവരുണ്ട്. ഇതിന്റെ ഒരു വിഷയം എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് തുടക്കത്തിൽ ശ്രവ്യ മാധ്യമവും അത് കഴിഞ്ഞപ്പോൾ ദൃശ്യമാധ്യമവും നമ്മുടെ സമൂഹത്തിന്റെ അകത്തേക്ക് വന്നു. ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടായി, സ്വയം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കും അവർ അതിനകത്ത് എഡിറ്റിംഗ് നടത്തിയ ശേഷമാണ് ഒരു വാർത്ത അറിയുന്നത്. സോഷ്യൽ മീഡിയ ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് ഇടയിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് അവർക്ക് എത്ര ലൈക്ക് കിട്ടുന്നു, അതെത്ര പേർ ഷെയർ ചെയ്യും, ആ ഷെയർ ചെയ്ത ലൈക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ ഏറ്റവും നീചമായ പ്രവർത്തികളിലേക്ക് നയിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ഗതിയും പരഗതിയുമില്ലാതെ ജീവിക്കാൻ വേണ്ടി മാംസം വിറ്റിരുന്ന നമ്മുടെ സഹോദരിമാര്
തൊഴിലാളികൾ, ആ ലൈംഗിക തൊഴിലാളികളുടെ പുതിയ വേർഷനായിട്ട് സോഷ്യൽ മീഡിയയിലെ ബ്ലോഗർമാർ, സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകൾ മാറിയില്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എന്തുകൊണ്ട് അതിനെയൊന്നും എതിർക്കുന്നില്ല? നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മുടെ 2 വയസ്സ് മകൻ മുതൽ 90-100 വയസ്സുള്ള അപ്പൂപ്പൻ വരെയുള്ളവർ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ഇന്ന് സോഷ്യൽ മീഡിയ. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും പല സോഷ്യൽ മീഡിയകളും നമ്മുടെ കുഞ്ഞുമക്കള്, നമ്മുടെ അമ്മമാര്, നമ്മുടെ സഹോദരിമാര്, അപ്പൂപ്പന്മാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പണം എങ്ങനെ സമ്പാദിക്കണം എന്ന ഒറ്റ മാത്രമാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ നടന്ന ഈ ദീപകിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വന്ന ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയൊരു പദം സമൂഹം കൊടുക്കുകയാണ് അതിജീവിത സമീപനങ്ങളിലേക്കെല്ലാം നയിക്കേണ്ടത് എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കുട്ടികൾക്കും നൽകുന്നത് തുല്യ അവകാശമാണ്. പക്ഷെ ഇന്ന് സമൂഹം ആ തുല്യ അവകാശം നൽകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പരാതിയുമായി വന്നു കഴിഞ്ഞാൽ ആ പരാതിയുടെ എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഈ കുറ്റാരോപിതനെ പരമാവധി എങ്ങനെ ശിക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ദീപക്കിന്റെ നടന്നത്. ദീപക്കിന് സംഭവം വരുന്നതിന് 2-3 ദിവസം മുമ്പുള്ള യൂട്യൂബുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. എവിടുന്നൊക്കെയുള്ള വീഡിയോകളാണ് പ്രചരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ ലൈംഗിക വേണ്ടിയിട്ടുള്ളതാണ്. സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. സമൂഹത്തെ ഗുണകരമായ രീതിയിൽ അഭിഭാഷകരുടെ, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ, പ്രൊഫസർമാരുടെ ഒക്കെ പല ടിപ്സും വരാറുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് ഉപകാരപ്പെട്ടുള്ളതാണ്. ഈ ഒരു വിഭാഗം യുവതികള് അല്ല, അതുപോലെ തന്നെ യുവാക്കൾ, രണ്ടുപേരും യുവതികളെ മാത്രം കുറ്റം പറയുന്നതിന് അർത്ഥമില്ല. യുവതികൾ എവിടെ എത്തിക്കുന്നത് ഗൗരവമായി മരണം. അതിജീവിത എന്ന ഒരു കൊണ്ട് എപ്പോഴും എന്തും പറയാമെന്നും, പക്ഷെ നമുക്ക് അവരെ ഒന്നും പറഞ്ഞുകൂടാ. ഒരു പുരുഷന്റെ അഡ്രസ് എത്ര ഗൗരവമായ ഏത് ബലാത്സംഗം ഉൾപ്പെടെയുള്ളത്, ഇല്ലാത്ത ബലാത്സംഗ കഥകള് യൂട്യൂബിലൂടെ ലിങ്ക് ചെയ്ത് അവർ തന്നെ കൊടുക്കുന്ന വീഡിയോകള്, അതൊക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ തെറ്റാണെന്ന് പറയാനുള്ള നിയമം ഇന്ത്യയിൽ ഉണ്ടാകണം. ആ നിയമത്തിന്റെ അഭാവമുണ്ട്. കാരണം അവർക്ക് നിയമത്തിന്റെ പരിധി, അവരുടെ വിശ്വാസം പറഞ്ഞുകൂടാ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൂടാ. എന്നാലോ അവർക്ക് ഒരു പരാതി മുമ്പില് അഭിഭാഷക വിനിതിയുണ്ട്, അവർക്കറിയാം. ഒരു SC പെൺകുട്ടി ഒരു പരാതി കൊടുത്താൽ ആ പരാതി FIR ആയി കഴിഞ്ഞാൽ അവർക്ക് 1 ലക്ഷം രൂപയോളമാണ് സർക്കാർ നൽകുന്നത്. ഇങ്ങനെ തളിപ്പുറത്ത് കോടതിയിലടക്കം പരാതി കൊടുത്ത് FIR ഇട്ട് കളവാണെന്ന് തെളിഞ്ഞിട്ട് ആ പണം തിരിച്ചു വാങ്ങാത്ത കേസുണ്ട്. അതുകൊണ്ട് നിയമത്തിൽ തന്നെ ഭേദഗതി വരും. ഇത്തരം അതിജീവിതമാർഗ അവകാശം നൽകണം. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തപ്പെടണമെന്നത് തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ഒഴിവാക്കാം. പ്രായപൂർത്തിയായ സ്ത്രീ തെറ്റായ പരാതി കൊടുത്തു എന്ന് നമ്മുടെ നിയമം തെളിയിച്ചു കഴിഞ്ഞാൽ, കോടതി ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ഇവർ പരാതി കൊടുത്തത് കളവാണെന്ന് പറയാം. അതുപോലെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അവർ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് പറയാനുള്ള നിയമപരമായ അവകാശം എന്ന് കിട്ടുന്നു. അന്ന് ഇത്തരം വ്യാജ വീഡിയോകളും വ്യാജ പരാതികളും അവസാനിക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായമാണ്. അഡ്വക്കേറ്റ് ബിനിത ബാബു, നേരത്തെ ഷിജിനെയും ഇപ്പോൾ MK മനോഹരനും ഒക്കെ തന്നെ സൂചിപ്പിച്ചത് ഒരു തുല്യനീതി, തുല്യ അവകാശം എന്നത് നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ സംരക്ഷണം ഒരുക്കാൻ ആവശ്യമായ നിരവധി നിയമങ്ങളുണ്ട്. വനിതാ കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവർക്ക് സംരക്ഷണം ഒരുക്കാൻ ഇവിടെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഒരു പരിധിവരെ പലപ്പോഴും ഈ പുരുഷന്മാർ ഈ പ്രതിസ്ഥാനത്ത് വരികയും ഈ മാനസിക വിഷമങ്ങൾ താങ്ങാൻ സാധിക്കാതെ ഇത്തരത്തിലുള്ള ആത്മഹത്യ പോലുള്ള കടുങ്കയിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.
ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നിയമ സംവിധാനം ഇല്ല എന്നുള്ള അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പോക്സോ നിയമം അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ഒറ്റപ്പെട്ട നിയമങ്ങൾ മാത്രമാണ് എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്കായിട്ട് ഉള്ളത്. അത് ഭരണഘടനാപരവുമാണ്. നമ്മുടെ ഭരണഘടന പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നിലനിന്ന ഒരു പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾ ഒരുപാടധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിരന്തരമായി ബസ്സിൽ യാത്ര ചെയ്യാറുള്ള ഒരാളാണ്. അപ്പൊ ഈ വീഡിയോയിൽ കണ്ട ദൃശ്യങ്ങൾക്ക് സമാനമായിട്ട് പല പുരുഷന്മാരും പല സ്ത്രീകളെയും ആക്രമിക്കുന്നതും അതിനായിട്ട് ചില കോഡ് പദങ്ങൾ ഉപയോഗിക്കുന്നതും ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രം ബസ്സിൽ കയറുന്നതുമായ പുരുഷന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരു 2 ആഴ്ച കാലയളവിൽ സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ചിന്തകളും ഇപ്പൊ പറയുന്ന പല മോഡേൺ ഫെമിനിസ്റ്റ് ചിന്താഗതികളും തമ്മിലുള്ള ഒരു ക്ലാഷിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു പുരുഷന്റെ ആംഗിളിൽ നോക്കുന്ന സമയത്ത് ഇപ്പത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എടുത്താൽ ഒരു സ്ത്രീയെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിട്ട് ഒരു പുരുഷനെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ എനിക്കെതിരെ എപ്പോ വേണമെങ്കിലും പരാതിപ്പെടും, എന്നെ എപ്പോ വേണമെങ്കിലും ഒരു ആയുധമാക്കാം എന്നൊക്കെയുള്ള ഒരു ഭീതി ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തോന്നി തുടങ്ങി. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കാണുന്ന സമയത്ത് ഇവന്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട്, എന്നോട് എത്ര നല്ല രീതിയിൽ പെരുമാറിയാലും ഇവനൊരു മോശക്കാരനാണ്, ഒരു അവസരം കിട്ടിയാൽ ഇവനത് മുതലാക്കും എന്നുള്ളൊരു ചിന്ത ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും വന്നു തുടങ്ങി. അപ്പൊ സമൂഹത്തിൽ ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പ് ഇത്തരം പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേവലം ഈ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ എടുത്ത മൊമെന്റിന്റെ തൊട്ട് മുൻപ് എന്തുണ്ടായി എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പുരുഷൻ അല്ലെ മറ്റൊരു വ്യക്തി അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഫീൽ ചെയ്യുന്ന ഫീലിംഗ് എന്താണെന്നുള്ളത് ആ സ്ത്രീയുടെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 വ്യക്തികളെയും തെറ്റ് ശരിയെന്നുള്ള അർത്ഥത്തിൽ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതിലൊരു കാര്യമുണ്ട് വക്കീലെ, അതായത് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ അത് ആ വീഡിയോ എടുത്ത് ആ ദൃശ്യം പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. അതോ ഈ സംഭവം നടക്കുന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, അവിടെ ഒരു പരാതി കൊടുക്കാതെ ആ ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ട്, അവരോടൊന്നും ഈ കാര്യം പറയാതെ ഒരു തരത്തിലുള്ള പ്രതികരണവും യുവതിയുടെ ഭാഗത്തുണ്ടാവാതെ വീഡിയോ ദൃശ്യം അത് ഷൂട്ട് ചെയ്തിട്ട് അത് അതേ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയമൊക്കെ തന്നെ ഈ യുവതിക്കൊപ്പമായിരുന്നു പൊതുസമൂഹം കൂടുതൽ പേരും നിലയുറപ്പിച്ചത്. കാരണം അത്രമാത്രം ആ വീഡിയോ ഷെയർ ചെയ്തു പോയി. അതിനുശേഷമാണ് ഈ ദീപകിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ യുവതി നേരിടുന്നത് വലിയ തോതിലുള്ള സൈബർ ആക്രമണവുമാണ്. ആ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ യുവതി പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. നമുക്കതിനെ ആ രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഒരു സംഭവത്തിനോടുള്ള പ്രതികരണം ഏത് രീതിയിലും ആവാം. വേണമെങ്കിൽ ആ സ്ത്രീക്ക് ആ സമയത്ത് അയാളെ കൈനീട്ടി അടിക്കാമായിരുന്നു, ചീത്ത വിളിക്കാമായിരുന്നു, ഒച്ചപ്പാടുണ്ടാക്കാനും പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഒരു പ്രതികരണ രീതിയായിട്ട് നമുക്ക് ഈ വീഡിയോ എടുത്തതിന് കാണാനായിട്ട് സാധിക്കും. വീഡിയോ എടുക്കുന്ന ഒരു പ്രവണത അതും ഒരു ധൈര്യമാണ്, അതും ഒരു മുന്നോട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് അതിനെ അങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഈ ബസ്സിലൊക്കെ ഉള്ള സംഭവങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാവരും എത്രത്തോളം ബസ്സിൽ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല. ബസ്സിലൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഞാൻ കാണാറുള്ളത് ഒരു എൻവയോൺമെന്റൽ സപ്പോർട്ട് പലപ്പോഴും സ്ത്രീകൾക്ക് കിട്ടാറുണ്ട്. സ്ത്രീ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന സമയത്ത് ബസ്സിലുള്ള ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, കണ്ടക്ടർ ആയിക്കൊള്ളട്ടെ, ബസ് ഒന്ന് ബെല്ലടിച്ച് നിർത്തി അതിനെ ഒന്ന് പരിഹരിച്ചു പോകുന്നതിന് പകരം പലപ്പോഴും പല സ്ത്രീകളും ആ ഒരു പൊതുമധ്യത്തിൽ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ നീ നിന്നു കൊടുത്തിട്ടല്ലേ എന്നുള്ള ഒരു ചോദ്യം വരികയോ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ദൈനംദിനമായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പൊ അവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെ നിയമപരമായി സമീപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അല്ലാണ്ട് ഒരിക്കലും ഒരു പൊതുമധ്യത്തിലേക്ക് ഒരു ഇരയെ ഇട്ട് കൊടുക്കലല്ല. ഇതിൽ ശരിക്കും ഇര ആരാണ്, വേട്ടക്കാരൻ ആരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ പോലും ഒരു പൊതുമധ്യത്തിലേക്ക് പൊതുവിചാരണയിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല വേണ്ടതെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായത്തിൽ തോന്നുന്നത്. എങ്കിൽ പോലും ഒരു പ്രതികരണം എന്ന രീതിയിൽ ഒരു വ്യക്തി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനും ഇപ്പോഴത്തെ നമ്മളൊരു കാലഘട്ടത്തിൽ പറ്റത്തില്ല. കാരണം അതൊരു പബ്ലിക് പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും പറ്റില്ല. അപ്പൊ തൊട്ടുമുണ്ടത്തെ മൂവ്മെന്റ് എന്തായിരുന്നു, മുന്നേ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിരുന്നോ, അപ്പൊ ഇനിയും ഉണ്ടാവാൻ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവർ വീഡിയോ എടുക്കുന്നതാണോ, ഇത്തരം കാര്യങ്ങൾ നമുക്കറിയില്ല. അതൊക്കെ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് കോടതിയിൽ നിന്ന് ഒരു വ്യക്തത വരുന്ന സമയത്തോ ഒക്കെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുവരേക്കും നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അധികാരം നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് ഈ പൊതുമധ്യത്തിൽ അവരെ അധിക്ഷേപിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്.
ശരി, പ്രത്യേകം ചർച്ചയിൽ എടുത്തു പറയുകയാണ്, ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ ചർച്ച, പൊതുസമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുക, നമുക്ക് ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം തടയുക എന്നത് മാത്രമാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം. ശ്രീമതി ഷിജിന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആ യുവതി നേരിട്ട് പോലീസിലോ മറ്റോ പരാതി കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകുമായിരുന്നില്ല. ഇതിപ്പോൾ ശരിയായ രീതിയിൽ നേരിട്ടൊരു അതിക്രമം നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടിയോ ഒരു യുവതിയോ ഈ പരാതി പറയാൻ പോകുമ്പോൾ ഇതൊരു സംശയത്തിന് ഇട നൽകും. ഈ ഒരു വിഷയം, ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയം വരുമ്പോൾ അത് സംശയത്തിന്റെ ഒരു രീതിയിലാണ് ആളുകൾ നോക്കിക്കാണുക. അങ്ങനെ ഒരു പ്രശ്നം വരില്ലേ ഇനി അങ്ങോട്ട്? ഇല്ല, തീർച്ചയായും ആ ഒരു ലേഡി ചെയ്യേണ്ടിയിരുന്നത് ആ സമയത്ത് കൃത്യമായ രീതിയിൽ, ഒന്നെങ്കിൽ ഞാൻ പറയാം, ഒരു പുരുഷൻ നമ്മളെ മോശമായ രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അതിന് പ്രതികരിക്കും. ഒന്നെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ആ ബസ്സിൽ ഇരിക്കുന്ന കണ്ടക്ടറോടോ ഡ്രൈവറോടോ കാര്യം പറഞ്ഞ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അതാണ് ഒരു കൃത്യമായ രീതിയിൽ ഒരു സ്ത്രീ ചെയ്യേണ്ടിരുന്ന കാര്യം. പക്ഷെ ഞാനത് എടുത്തു പറയുന്നില്ല, കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിന്നിട്ട് കൃത്യമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ, അതായത് ഒരു പുരുഷൻ മോശമായ രീതിയിലേക്ക് ഇടപാട് നടത്തുന്നതാണെങ്കിൽ ഒരിക്കലും ഒന്നുമില്ല, ആ സ്ത്രീയുടെ മുഖം നോക്കിയാൽ മതി, കൃത്യമായി മനസ്സിലാകും ആ സ്ത്രീയുടെ മുഖം ആ സമയത്ത് ഏത് രീതിയിലായിരുന്നു. ശരിക്കും നമ്മളെല്ലാരും കണ്ടത് നല്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ആ വീഡിയോ എടുത്തേക്കുന്നത്, ഇല്ലേ? ഇതിനകത്ത് എന്ന് വെച്ചാൽ ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാതെ വിധം എന്റെ ശരി, എന്റെ കാഴ്ചപ്പാടുകള്, എന്റെ തെറ്റായാലും അത് ആ തെറ്റ് ചെയ്യുന്ന രീതിയായാലും നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാണ് ചെയ്യുന്നത്. അത് ആ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നത് തന്നെ അവരുടെ അതിന്റെ അവകാശങ്ങളും കാര്യങ്ങളും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് സംരക്ഷിക്കണം, അവരുടെ നിയമങ്ങൾ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് അവരുടെ നിയമങ്ങൾ അവരെ വീണ്ടും വീണ്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. തെറ്റേതാണെന്നോ ശരി ഏതാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ഇനിയുള്ള സോഷ്യൽ മീഡിയ ആയാലും ചാനൽ ചർച്ചകളായാലും അതിനെപ്പറ്റിയുള്ള പഠനമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ശരി, ശ്രീ MK മനോഹരൻ, ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ ഉപയോഗത്തിന് ശരിക്കും ഒരു നിയന്ത്രണം വേണ്ട? ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ, ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് സമീപഭാവിയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേ പൊതുസമൂഹത്തിൽ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മാഡം പറഞ്ഞ ഒരു കാര്യം, അതായത് സ്ത്രീകൾക്ക് ബസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ ഈ പറയുന്നത് പോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും ആരും പറയില്ല. പക്ഷെ മറുവശം ആരും ചർച്ച ചെയ്യാറില്ല. എത്ര പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് എത്രയോ എന്റെയൊക്കെ സുഹൃത്തുക്കളായ ആൺ സുഹൃത്തുക്കള് എന്നോട് പറയാറുണ്ട്, ഇന്ന യാത്രയിലിടയിൽ ഞാൻ ഉണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ഇതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളെ പീഡിപ്പിക്കുകയല്ല, ഈ ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എത്രയും അതിന്റെ ഏറ്റവും അതിർത്തിക്കപ്പുറത്തേക്ക് ഇപ്പൊ എത്തിയത് എവിടെയാണ്? സോഷ്യൽ എത്ര നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മതി, എത്ര വീട്ടമ്മമാരാണ് ക്ഷണിക്കുന്നത്, എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ്. ഞാൻ നേരത്തെ പറഞ്ഞ പഴയ കാലത്തെ ബസ് സ്റ്റാൻഡിലെ ലൈംഗിക തൊഴിലാളികളുടെ പുതിയ പേഴ്സണായ സോഷ്യൽ മീഡിയയിലെ അമ്മമാര്, സഹോദരിമാര്, ചെറിയ 18-20 വയസ്സായ യുവതികൾ വിളിച്ച് പറയുകയാണ്, എന്റെ അക്കൗണ്ടിലേക്ക് വാ, എന്നെ വീഡിയോ കോൾ ചെയ്യും, എന്നെ ഓഡിയോ കോൾ ചെയ്യും, എന്റെ ഓഡിയോ കോൾ ചെയ്യാൻ 40 രൂപ എന്റെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി കണ്ടിലും ഒക്കെയുള്ള ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ 8 മണി 9 മണിയാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നു. അവരൊക്കെ യാത്ര അവരവരുടെ ഇരകളെ തേടുകയാണ്. സോഷ്യൽ മീഡിയ വഴി ഒരു പരസ്യമായിട്ടും തേടുന്ന ഇടങ്ങളിൽ നിന്ന് തേടുന്നുണ്ട്. അങ്ങനെ തേടുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് എന്ത് നിയമമാണുള്ളത്, എന്ത് പരിരക്ഷയാണുള്ളത്? അതുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു, പുരുഷന്മാർക്കും നീതി ലഭിക്കുന്നവർ സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നു. ഒരു വിഭാഗം
നമ്മള് ഫെമിനിസത്തിന് എത്തില്ല. പക്ഷേ വൾഗറായ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇപ്പം ഈ സമൂഹത്തിൽ ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം വ്യക്തിപരമായി പറയുന്നത്, സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വളരെ മോശപ്പെട്ട കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ ഓരോ ദിവസവും നമ്മുടെ ഈ സമൂഹത്തിന് ഗുണം കിട്ടുന്നതാണോ? ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് ഈ ബസ്സിലെ കണ്ടക്ടർ ഉണ്ട്, പേര് രാമകൃഷ്ണനാണ്, ഡ്രൈവറുടെ പേര് പ്രകാശനാണ്, ആ ബസ്സിന്റെ ഉടമയുടെ പേര് അബൂബക്കർ. അബൂബക്കർ അദ്ദേഹം രാമകൃഷ്ണനോട് വിളിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ബസ്സിൽ ഉണ്ടായോ എന്ന്. അങ്ങനെ ഒരു സംഭവം ബസ്സിൽ ഉണ്ടായിട്ടില്ല. ബസ്സിൽ 40 യാത്രക്കാർ ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയ സംഭവമാണ്. ഇറങ്ങുമ്പോൾ അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നു. ആ ബസ്സിന്റെ ഡ്രൈവർ അവരൊക്കെ ഇത് നിഷേധിക്കുന്നു. ഒരു സംഭവം ഉണ്ടായതായി ഒരു സ്റ്റുഡിയോ പറയുന്നില്ല. അപ്പോ ഈ പെൺകുട്ടി ആരോ ആയിക്കോട്ടെ, ആ പെൺകുട്ടി ബോധപൂർവം ഒരു വീഡിയോ എടുത്ത് അതിന് വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ടതാണ്. ആ കുട്ടി മാത്രമല്ല, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ സമാനമായ നിരവധി വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഫലമായി സംഭവിക്കുന്ന ജനൂനായ കേസ് പോലും സംശയത്തിന്റെ നേരിലേക്ക് മാറ്റും. അതുകൊണ്ടാ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഒരു വിഭാഗം പിന്നെ ആളുകള് പോവുക, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഭക്ഷണത്തിന് പൈസ തന്നെ സോഷ്യൽ മീഡിയ അതിനെതിരായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോശം ഭക്ഷണമാണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോഷൻ പോലും ഇവരുടെ വരുമാനമായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മൾ പാവപ്പെട്ട മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്യന്തരമായി കർശനമായി നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. സുപ്രീം കോടതി നൽകിയതിന്റെ പേരിലാണ് ഇപ്പോഴും കേസുകളും ഇല്ലാത്തത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് അറിയാം, ആ വകുപ്പ് തന്നെ സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത് കൂടുതൽ വന്നത്. അതിന് സമാനമായ കർശനമായ നിയമം കൊണ്ടുവരികയും തെറ്റായ വീഡിയോ ഇടുന്നവർ ഇപ്പൊ മാത്രം നമ്മളെ പത്രത്തിൽ തെറ്റായ വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഫൈൻഡ് പഴയ പ്രകാരം കേസെടുക്കാനും പോകും. പ്രസ് ഹൗസ് ഒന്നുമില്ല. ഇതിന് തെളിയിക്കപ്പെടാൻ പോലും പോലീസ് എടുക്കുന്നത് എന്താ? രാഷ്ട്രീയ താല്പര്യത്തിലാണ് അല്ലാത്ത ജനുവായ കേസ്. അതുകൊണ്ട് അടിയന്തരമായി സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവരണം. അതിനൊരു സ്ക്രീനിങ് ഉണ്ടാകണം. അങ്ങനെ തെറ്റായ ആര് കഴിഞ്ഞാൽ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ആവശ്യപ്പെടാനുള്ളത്. അഡ്വക്കേറ്റ് ബിനിത ബാബു, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ എം കെ മനോഹരൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പത്രത്തിൽ ഒരു വാർത്ത തെറ്റായി കൊടുത്താൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനൊപ്പം ആ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങേണ്ട സാഹചര്യം, കർശന നിയമ നടപടികളിലേക്ക് പോകും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് വാർത്തയും ഇടാം, പക്ഷേ കർശന നടപടികളിലേക്ക് പോകുന്നില്ല. ഈ നിയമം കർശനമാക്കാത്തത് കൊണ്ട് തന്നെയല്ലേ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ദുരുപയോഗം ഇത്രമാത്രം വർദ്ധിക്കാൻ കാരണം? കർശന നടപടികളിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും കർശന നടപടി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പുതിയ റൂൾസ് വന്നിട്ടുണ്ട്, റൂൾസ് 2025. പ്രകാരം ഒരു വ്യക്തിയെ പറ്റി തെറ്റായ രീതിയിലോ മാനിപ്പുലേറ്റ് ചെയ്ത രീതിയിലോ ഒരു വ്യക്തി എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കുറച്ച് ഓപ്ഷൻ, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം, സൈബർ സെല്ലിൽ പരാതിപ്പെടാം, അതുപോലെ ഓൺലൈൻ റിപ്പോർട്ടിംഗ് പോർട്ടലുകളുണ്ട്. അങ്ങനെ വിവിധ മാർഗങ്ങളിൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത്തരം വീഡിയോകൾ കൂടുതലായി ഷെയർ ചെയ്യുന്ന ആളുകളും അതുപോലെ കാണുന്ന ആളുകളെയും കൂടെ കുറ്റക്കാരാക്കുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് അതിനുള്ളിലുണ്ട്. അതിന്റെ പ്രാബല്യത്തിലായി വരുന്നതേ ഉള്ളൂ. അപ്പൊ നിലവിൽ അങ്ങനെ ഒരു റൂൾസ് വന്നു കഴിഞ്ഞു. അതിന് ശരിയായ ഒരു മോണിറ്ററിംഗ് സൂചിപ്പിച്ചതുപോലെ ആവശ്യമാണ്. തൊട്ടടുത്ത സമയം ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ചൈൽഡ് ഫോട്ടോഗ്രാഫി ചെയ്യാനും അത് കാണുന്ന ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനും
ധാരാളം ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ധാരാളം ആളുകൾ ഫൈനടയ്ക്കുകയും ധാരാളം ആളുകൾ ജയിലിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോ അത്തരം ഒരു മോണിറ്ററിംഗ് സംവിധാനം സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റിനെതിരെയുള്ള രീതിയിൽ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ഇപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു സ്റ്റേറ്റിന്റെ അസറ്റ് എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചൈൽഡ് പോർണോഗ്രഫിക്കെതിരായിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി വരും കാലങ്ങളിൽ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം എന്ന രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു ബദൽ സംവിധാനം തീർച്ചയായിട്ടും വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ ഒരു CCTV വെച്ച ഒരു സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാത്ത സമയത്ത് പോലും നമ്മുടെ ഓഡിയോ മോണിറ്റർ ചെയ്യപ്പെടുന്നത്, നമ്മുടെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും അതുവഴി നമ്മുടെ വിവരങ്ങൾ എടുക്കാം. അപ്പൊ നമ്മളുടെ പ്രൈവസി എന്നുള്ള സംഭവം ഇല്ലാണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. അത് എവിടെ വരെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആക്ടിൽ നേരത്തെ ഒരു പ്രൊവിഷൻ റദ്ദാക്കിയ അഭിപ്രായ പ്രകടനം മറ്റൊരു വ്യക്തിയുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് പുതിയൊരു പ്രൊവിഷൻ തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിൽ ആവശ്യമുണ്ട്. അപ്പം അത്തരം മോഡിഫിക്കേഷൻസിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പം അത്തരം നിയമങ്ങൾ അതിന് പര്യാപ്തമായിട്ടുള്ള റൂൾസ് പുതിയ റൂൾസിൽ നിലവിലുണ്ട്. അപ്പൊ ഇങ്ങനെ നാളുകളിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു വ്യക്തി ദുരുപയോഗപ്പെടുത്തിയാൽ, നിങ്ങളെ പറ്റി തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആത്മഹത്യയാണെന്നും നിലവിൽ അതിന് ഒരു നിയമം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ട ആൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ പരാതിക്കാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കായിക്കോട്ടെ, ഒരു ഫെയർ ട്രയൽ നടത്താനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ജുഡീഷ്യറിയിൽ വ്യക്തമായിട്ടുണ്ട്. നമുക്ക് നിയമത്തിന്റെ മുന്നിൽ തുല്യതയുണ്ട്. അത് പുരുഷൻ ആക്രമിക്കപ്പെട്ടാൽ പുരുഷനെ ഫേവർ ചെയ്തുകൊണ്ടും സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ സ്ത്രീയെ ഫേവർ ചെയ്തുകൊണ്ടും ഒക്കെ തുല്യത എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ IT ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ. നമ്മുടെ ക്രിമിനൽ നിയമങ്ങളിൽ സ്ത്രീക്ക് ഒന്നും തന്നെ ഇല്ല. സ്ത്രീക്ക് സംരക്ഷണം വേണ്ട ചില ഏരിയകളിൽ, അല്ലെ കുട്ടിക്ക് സംരക്ഷണം വേണ്ട ചില ഏരിയകളിൽ മാത്രമാണ് അവർക്ക് വേണ്ടി സ്പെഷ്യലായ നിയമമുള്ളത്. അതുകൊണ്ട് പുരുഷന്മാർ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പുരുഷന്മാരെ സഹായിക്കാനായിട്ട്, പുരുഷന്മാരുടെ കൂടെ നിൽക്കാനായിട്ട് പുരുഷന്മാരുടെ അവകാശം എന്ന രീതിയിൽ മറ്റെല്ലാ നിയമങ്ങളും ഇവിടെ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് തന്നെയാണുള്ളത്. നമ്മുടെ മെജോറിറ്റി നിയമങ്ങൾ എടുത്താൽ ഒരു കൈവിരലിൽ എണ്ണാൻ പാകത്തിൽ പോലും നിയമങ്ങളിൽ സ്പെഷ്യലായി സ്ത്രീകൾക്കായിട്ട് ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സമൂഹത്തിൽ നമ്മുടെ ആ ഒരു ഒരു പാട്രിയാർക്കൽ ചിന്തകളോ അല്ലെങ്കിൽ ഇപ്പൊ പല ആൾക്കാരും ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസം ആണോന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പൊ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീയും പുരുഷനും തോളോട് തോൾ ചേർന്ന് വിവിധ ജെൻഡറുകളിൽപ്പെട്ട ആളുകൾ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സാമൂഹ്യത്തിലൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈരാഗ്യ ചിന്ത വരുന്ന രീതിയിലുള്ള ഇത്തരം കണ്ടന്റുകൾ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യപ്പെടണം. അതുപോലെ കണ്ടന്റുകൾ വഴി അതിന്റെ ഒരു കൺസ്യൂമറിസം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇത്തരം ആളുകൾ ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാൻ കാരണം എന്നെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് കാണുമെന്നുള്ള അവരുടെ ഉറപ്പും അത് കമന്റ് ചെയ്യുമെന്നും അത് ഷെയർ ചെയ്യുമെന്നും ഒക്കെയുള്ള നമ്മുടെ ഉറപ്പാണ്. അപ്പൊ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പൊ അത്തരം ഒരു കൺസ്യൂമറിസം നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, നമ്മളെ കാണിക്കാനാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരം കണ്ടന്റ് കാണാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതും സമൂഹത്തിന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അപ്പൊ നമ്മളുടെ ഒരു ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിജിറ്റൽ ഡിഅഡിക്ഷൻ എന്ന് പറഞ്ഞ വിവിധ ഹോസ്പിറ്റലുകൾ പല സ്കീമുകൾ പല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഓർഗനൈസേഷൻ ഡിജിറ്റൽ ഡിഅഡിക്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളായിക്കൊള്ളട്ടെ, പ്രായമായവരായിക്കൊള്ളട്ടെ, നമ്മൾ ഓരോരുത്തരായിക്കൊള്ളട്ടെ, പലരും ഈ ഒരു ഡിജിറ്റൽ ഡിഅഡിക്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പൊ ആ ഒരു നമ്മുടെ സ്വഭാവത്തിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇതിന് ഞാനൊരു വലിയ മോറൽ സൈഡിലൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചറും ഒക്കെ ഇത്തരം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ മാറി നമ്മളൊരു ഹൈജീൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഇൻഡിവിജ്വലും ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇത്തരം കണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ കുറയുന്നതാണ് എന്റെ വ്യക്തിപരമായ. ശരി, ശ്രീമതി ഷിജിന സുരേഷ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗമൊക്കെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ ബോധവൽക്കരണം തുടങ്ങേണ്ടത് ഈ കുട്ടികളിൽ നിന്നാണ്, ഈ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്നാണ്. ഈ കുട്ടികളും ഈ സോഷ്യൽ മീഡിയക്ക് എഡിക്റ്റായി മാറുന്ന ഒരു
കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ കുട്ടികളെ നേർവഴിക്ക് നയിക്കുക എന്നത് ഈ സ്കൂൾ അധികൃതരുടെ അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമല്ലല്ലോ, അത് രക്ഷിതാക്കളുടെ കൂടി ചുമതലയല്ലേ. പക്ഷേ പലപ്പോഴും ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ട് അത് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? കുട്ടികൾ ഈ എന്താണ് ചെയ്യും, മൊബൈൽ എടുത്ത് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് കൂടെ സമയം ചെലവഴിക്കാനൊക്കെ രക്ഷിതാക്കൾ തയ്യാറാവുന്നുണ്ടോ? ഇത് ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു തെറ്റ് കൂടിയല്ലേ? തീർച്ചയായും അതെ. ഒരു പരിധിവരെ കുടുംബത്തിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങേണ്ടതെന്ന് പറയും. ഏത് കാര്യവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടിയായാലും ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കാര്യങ്ങൾ തുടങ്ങുന്നത്, അതിനുശേഷമാണ് വിദ്യാഭ്യാസം. പക്ഷെ സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അച്ഛൻ അമ്മ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കുട്ടി ഉൾക്കൊള്ളുന്നത് അവരുടെ അധ്യാപികമാര് പറയുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ വീട്ടിൽ വന്ന് എന്റെ മകനോ മകളോ, എനിക്ക് എന്റെ അനുഭവം ഞാൻ പറയാം, കുഞ്ഞതായിരുന്ന സമയത്ത് എന്റെ മകളെ വീട്ടിലിരുന്ന് ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കായിരുന്നു, എന്നോട് പറയും അമ്മ ഇതല്ല ടീച്ചർ പഠിപ്പിച്ച ഇതല്ല അതാണ്. അപ്പൊ അവര് കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്നത് ആ അധ്യാപകരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടാകണം. പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു സാംസ്കാരിക പ്രശ്നം കൂടിയാണ്. സാമൂഹിക മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇല്ലേ? പക്ഷെ നമ്മുടെ രാജ്യത്ത് മാത്രം ഇതിനൊരു നിയന്ത്രണവും വന്നിട്ടില്ല. അതായത് ഇതൊക്കെ ദുരുപയോഗം ചെയ്താണ്. ചില സമ്പന്ന രാജ്യങ്ങളില് ഇതിന് നിയന്ത്രണമുണ്ട്, എന്നാലും അവരതൊന്നും ഒരിക്കലും നിയന്ത്രണം ഇല്ലാതിരുന്നിട്ട് പോലും അവരത് ദുരുപയോഗം ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് മാത്രം ഇത് ദുരുപയോഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരം ഒന്നേ ഉള്ളൂ, ഇതൊക്കെ നന്നായി പഠിപ്പിക്കണം, ഇതൊക്കെ നന്നായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ശരി, സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. അവസാനമായി ശ്രീ MK മനോഹരൻ, ഈ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ തന്നെ അനുദിനം വർദ്ധിച്ചു വരികയാണ്. താങ്കളൊക്കെ തന്നെ അത് അനുദിനം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ടാവും. ഈ കൃത്യമായ ബോധവൽക്കരണം നൽകുന്നുണ്ട് എന്ന് അധികാരികൾ പറയുമ്പോഴും ഈ തട്ടിപ്പുകളൊക്കെ തന്നെ, ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ തന്നെ വർദ്ധിച്ചു വരികയുമാണ്. കൃത്യമായ ബോധവൽക്കരണം ഫലം കാണുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഫലം കാണുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അത് പുറത്താണ് അതിന്റെ പ്രധാന കാരണം. കാരണം നമ്മുടെ മറ്റ് പൊതുയിടങ്ങളിലെ ബോധവൽക്കരണത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. പ്രസക്തി കുടുംബത്തിലെ ബോധവൽക്കരണമാണ്. നമ്മളെ കുടുംബത്തിലുള്ള ഭാര്യ ഭർത്താവിനെ, മക്കള് അച്ഛനമ്മമാരുടെ ഉപ്പന്മാരെ അവരെ ബോധവൽക്കരിക്കാൻ തീരും. ഓരോ ഈ ബോധവൽക്കരണം ഗുണകരമായി നടക്കുന്നുണ്ട്. എത്രയോ ജഡ്ജിമാര്, അഭിഭാഷകര്, ഡോക്ടർമാര്, പ്രൊഫസർമാര് ഒക്കെയാണ് ഈ തരത്തിലുള്ള തട്ടിപ്പാകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ജഡ്ജിമാര് ഈ രീതിയിലുള്ള നമ്മൾക്കൊന്നും പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെയാണെന്നും അതുണ്ടാക്കുന്ന എന്താണെന്നും കുടുംബത്തിൽ വെച്ച് നിരന്തരമായിട്ട് നമ്മുടെ പരസ്പരം ഷെയർ ചെയ്യുന്നത് ആ ബോധവൽക്കരണത്തിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹാളിൽ 10-50 പേരെ പോയി ക്ലാസ് എടുത്തത് കൊണ്ടൊന്നും ഇതിനെന്തെങ്കിലും ഫലം കിട്ടും എന്ന് തോന്നുന്നില്ല. കുടുംബത്തിനകത്ത് വെച്ച് ചർച്ച ചെയ്ത് സ്വയം നവീകരിക്കുന്ന ശ്രമം ഓരോ മനുഷ്യരും. ശരി, സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. സോഷ്യൽ മീഡിയ ദുരുപയോഗം വർദ്ധിക്കുന്നു എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം ഇന്ന് പരിശോധിച്ചത്. ദുരുപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ആരെങ്കിലും അധിക്ഷേപിക്കാനോ ആരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയോ അല്ല നമ്മൾ ഇന്ന് ഈ ചർച്ച ഇവിടെ ചെയ്തത്. ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രേക്ഷകരെയും ഒപ്പം പൊതുസമൂഹത്തെയും ബോധവാന്മാരാക്കുക, അവർ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ ചർച്ച നടത്തിയത്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ബിനിത ബാബു, ശ്രീമതി ഷിജിന സുരേഷ്, ശ്രീ MK മനോഹരൻ, 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.